ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. PSC പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷൻ മാർക്ക് സ്കോർ ചെയ്യുക പ്രയാസമാണെന്ന് പൊതുവെ കൂട്ടുകാർ പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറിലെ ടോപ്പിക്സ് കൃത്യമായി മനസ്സിലാക്കി വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുക അത്ര പ്രയാസകരമായ ഒരു കാര്യമല്ല. ഈ വീഡിയോ ലെസണിൽ നമ്മൾ ഫെയർലി റാദർ എന്നുള്ള ചെറിയൊരു ടോപ്പിക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം 4 ചോദ്യങ്ങൾ ഞാൻ പറയും. തുടർന്ന് ആ ചോദ്യങ്ങളുടെ ഉത്തരം ഫെയർലി ആണോ റാദർ ആണോ, ആ ഉത്തരം നമുക്ക് എപ്രകാരം കിട്ടി എന്നുള്ളതുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹി ഈസ് ഡാഷ് റിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹി ഈസ് ഡാഷ് പുവർ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹിസ് ക്യാരക്ടർ ഈസ് ഡാഷ് ബെറ്റർ. Question number 4, his character is dash too bad. അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ആ ചോദ്യങ്ങൾ അവിടെ തന്നെ കിടന്നോട്ടെ. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഫെയർലി ആണോ റാദർ ആണോ, ആ ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്നതിലേക്ക് പോവുകയാണ്. ഇതിന് നമ്മൾ അടിസ്ഥാനമായി പോസിറ്റീവ് ഡിഗ്രിയിലുള്ള വേർഡ്സ് തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം, കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള വേർഡ്സ് തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം. എന്താണ് പോസിറ്റീവ് ഡിഗ്രി, എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്നതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഈ പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ചില വേർഡ്സ് ഞാൻ പരിചയപ്പെടുത്താം. ബിഗ്, സ്മോൾ, റിച്ച്, പുവർ, ഹൈ, ലോ, ലോങ്, ഷോർട്ട്, ഗുഡ്, ബാഡ്. ഈ പരിചയപ്പെട്ട എല്ലാ വേർഡ്സും പോസിറ്റീവ് ഡിഗ്രിയാണ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞ വേർഡ്സിൽ തന്നെ പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സ് ഉണ്ട്, നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞു ഗുഡ്, പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്. അതേസമയം ബാഡ് നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്. ബിഗ് പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്. സ്മോൾ ആകട്ടെ നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്. ഷോർട്ട് നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്. ലോങ് ആകട്ടെ പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്. കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയണം. ഇനി നമുക്ക് ഈ പറഞ്ഞ പോസിറ്റീവ് വേർഡ്സിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി നോക്കാം. ബിഗർ, സ്മോളർ, റിച്ചർ, പുവറർ, ഹയർ, ലോവർ, ലോങ്ങർ, ഷോർട്ടർ, ബെറ്റർ, വേഴ്സ്. സാധാരണ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ER ചേർത്ത് പോവുകയാണ്. പക്ഷേ ചില എക്സെപ്ഷണൽ കേസസ് ആണ് അവസാനം പരിചയപ്പെട്ട 2 എണ്ണം. ഇപ്പോൾ ഗുഡ് ആണെങ്കിൽ അത് ഗുഡർ അല്ല, അത് തെറ്റാണ്. ഗുഡ് ആണെങ്കിൽ ബെറ്റർ, ബാഡ് ആണെങ്കിൽ വേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സും കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡ്സും മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വളരെ നിസ്സാരമാണ്. ഇനി ഞാൻ 4 നിയമങ്ങൾ പറയാൻ പോവുകയാണ്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. റൂൾ നമ്പർ 1, പോസിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം എപ്പോഴും ഫെയർലിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സ്, നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സ്. ഇതിൽ പോസിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം എപ്പോഴും ഫെയർലി മാത്രമേ വരികയുള്ളൂ. റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2, നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം എപ്പോഴും റാദർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. റൂൾ നമ്പർ 3, എപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം റാദർ മാത്രമാണ് വരിക. ഇപ്പോൾ അത് ബിഗർ, സ്മോളർ, റിച്ചർ, വേഴ്സ്, ബെറ്റർ ഇതിലേത് വേർഡ്സ് ആയാലും കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അവിടെ വരിക റാദർ ആണ്. റൂൾ നമ്പർ 4, എപ്പോഴും ടൂവിന് മുൻപ് റാദറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം വളരെ നിസ്സാരമായി കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, ഹീ ഈസ് ഡാഷ് റിച്ച്.
റിച്ച് എന്നുള്ളത് ഒരു പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്, അതുകൊണ്ട് അവിടെ എന്താണ് വരിക? ഫെയർലി. ചോദ്യം നമ്പർ 2, ഹീസ് ഡാഷ് പുവർ. പുവർ എന്നുള്ളത് നെഗറ്റീവ് അർത്ഥം വരുന്ന ഒരു പോസിറ്റീവ് ഡിഗ്രി വേർഡാണ്, അതുകൊണ്ട് അവിടെ എന്താണ് വരിക? റാദർ. ചോദ്യം നമ്പർ 3, ബെറ്റർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അതുകൊണ്ട് അവിടെയും എന്താണ് വരിക? റാദർ. ഹിസ് ക്യാരക്ടർ ഈസ് ഡാഷ് ടു ബാഡ്. ഡാഷ് ടു ബാഡ്, ടൂവിന് മുൻപ് എന്താണ് വരിക? റാദർ. നമ്മൾ ഇന്ന് ഈ പരിചയപ്പെട്ട ചെറിയ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒന്നുകൂടി ഈ 4 നിയമങ്ങൾ പറഞ്ഞ് ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓർക്കുക, എപ്പോഴും പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം ഫെയർലി, നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം റാദർ, കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡ്സിനോടൊപ്പം റാദർ, എപ്പോഴും ടൂവിന് മുൻപ് റാദർ. നമുക്കിനി ചില എക്സസൈസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഡാഷ് ഗുഡ്. ഇവിടെ ഗുഡ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുമ്പോൾ പോസിറ്റീവ് മീനിങ് ആണ്, സോ ഫെയർലി, റാദർ അല്ല, ഫെയർലി ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത്, ഹീസ് ഡാഷ് ടോൾ. ഷോർട്ട് എന്നല്ല, ടോൾ ആണ്, പോസിറ്റീവ് മീനിങ് ആണ്, സോ ഫെയർലി. ഹീസ് ഡാഷ് വെൽ. വെൽ ഓൾസോ എന്താണ്? പോസിറ്റീവ് മീനിങ് ആണ്, അൺവെൽ എന്നല്ല, സുഖമായിരിക്കുന്നു, ഫെയർലി, സോ. ദ എക്സാം വാസ് ഡാഷ് ഡിഫിക്കൽട്ട്. നെഗറ്റീവ് വേർഡ് മീനിങ് ആണ് ഡിഫിക്കൽട്ട്, സോ അവിടെ എന്താണ്? റാദർ. അടുത്ത ചോദ്യം, ഹിസ് ബുക്സ് ആർ ഡാഷ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഡിഫിക്കൽട്ട് നെഗറ്റീവ് വേർഡ് മീനിങ് ആണ്, ആയതിനാൽ എന്താണ്? റാദർ. ദ നോവൽ ഈസ് ഡാഷ് ബെറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, എപ്പോഴും എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി, അവിടെ എന്താണ് വരിക? റാദർ. ഗുഡ്, ബെറ്റർ, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, സോ അവിടെ എന്താണ്? റാദർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ക്വയറ്റ് ഡാഷ് ഫൂളിഷ് ഓഫ് യു ടു ബിഹേവ് ലൈക്ക് ദാറ്റ്. ഫൂളിഷ് എന്താണ്? നെഗറ്റീവ് മീനിങ് ആണ്, അവിടെ എന്താണ്? ഇൻ്റലിജൻ്റ് എന്നല്ല, ഫൂളിഷ്, ബുദ്ധി കുറഞ്ഞത്, സോ അവിടെ എന്ത് വരും? റാദർ. ജോൺ ഈസ് ഡാഷ് ടു അൺവൈസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, എപ്പോഴും ടൂവിന് മുൻപ് എന്താണ്? റാദർ. അടുത്ത ചോദ്യം, അവർ ടീംസ് പെർഫോമൻസ് വാസ് ഡാഷ് എ ഡിസപ്പോയിൻമെൻറ്റ്. ഡിസപ്പോയിൻമെൻറ്റ് നിരാശ, നെഗറ്റീവ് വേർഡ് മീനിങ് ആണ്, ആയതിനാൽ റാദർ. അടുത്ത്, അബ്രഹാം ഈസ് ഡാഷ് എ സ്റ്റുപ്പിഡ് ബോയ്. സ്റ്റുപ്പിഡ് നെഗറ്റീവ് മീനിങ് ആണ്, സോ റാദർ. ഐ വാസ് ഡാഷ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് മൈ റിസൾട്ട്സ്. ഡിസപ്പോയിൻറ്റഡ് വീണ്ടും എന്താണ്? നെഗറ്റീവ് വേർഡ് മീനിങ് ആണ്, ആയതിനാൽ റാദർ. യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് നൗ. ഇറ്റ് ഈസ് ഡാഷ് കോൾഡ്. നമ്മൾ ആ കോൾഡ് എന്നുള്ള വാക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അതും നെഗറ്റീവ് അർത്ഥമാണ്. ഇപ്പോൾ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അർത്ഥം എടുക്കുക, ഇവിടെ കോൾഡ് എന്നാണ് നെഗറ്റീവ് വേർഡ് മീനിങ് ആണ്, ആയതിനാൽ അവിടെയും എന്താണ്? റാദർ. അപ്പോൾ അടുത്ത ചോദ്യം, ദ വെദർ ഈസ് ഡാഷ് ഫൈൻ. ഫൈൻ മീൻസ് ഗുഡ്, നന്നായിരിക്കുന്നു, പോസിറ്റീവ് അർത്ഥമാണ്, അതുകൊണ്ട് ഫെയർലി. അടുത്ത, യുവർ സ്റ്റോറി ഈസ് ഡാഷ് ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് പോസിറ്റീവ് വേർഡ് മീനിങ് ആണ്, ആയതിനാൽ ഫെയർലി. അടുത്ത ചോദ്യം, റാം ഈസ് ഡാഷ് ഹോപ്പ്ലെസ്. ഹോപ്പ്ലെസ് നിരാശ, നെഗറ്റീവ് വേർഡ് മീനിങ് ആണ്, ആയതിനാൽ റാദർ. അവസാന ചോദ്യം, ദ വെദർ ഈസ് ഡാഷ് ബാഡ്. നെഗറ്റീവ് വേർഡ് മീനിങ് ആണ്, ബാഡ്, ആയതിനാൽ റാദർ.